നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രഞ്ച് നെയ്മർ എന്നാണ് അവനെ വിളിക്കുക. പക്ഷേ സാക്ഷാൽ നെയ്മർ ജൂനിയർക്ക് ചെയ്യാൻ പറ്റാത്തത് അവൻ ചെയ്ത് കാണിച്ചിരിക്കുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG കിരീടത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു 19-കാരൻ ഡിസേർഡോ. വെറുതെ അങ്ങ് കൊണ്ടുപോവുകയല്ല, ചരിത്രം കുറിച്ചുകൊണ്ട്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഗോളും അസിസ്റ്റും ഫൈനലിൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് അവൻ മാറി. കഴിഞ്ഞില്ല, ഇരട്ട ഗോളുകളും അസിസ്റ്റും നേടുന്ന ആദ്യ താരമായിട്ട് അവൻ മാറി. അങ്ങനെ റെക്കോർഡ് തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഡിസേർഡോ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നത്. വെറുതെ മുത്തമിടുകയല്ല, യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ ഏറ്റവും മികച്ച താരം, പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ കമ്മിറ്റി തിരഞ്ഞെടുത്തത് ഡിസേർഡോവിനെയായിരുന്നു. വെറുതെയല്ല അവരതിൻ്റെ വിശദീകരണം നൽകുന്നുണ്ട്. അവർ പറയുന്നത് ആ 2 ഗോളുകൾ, യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ ഗ്രൂപ്പ് പറയുന്നു, ആ 2 ഗോളുകളും പിന്നെ അസിസ്റ്റും, അതും യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ വെറും 19 വയസ്സിൽ, അത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അവൻ കളിച്ചത് അൺബിലീവബിൾ മെച്യൂരിറ്റിയോടുകൂടിയാണ്, വലിയ പക്വതയോടെയാണ് അവൻ കളിച്ചത്. അതുപോലെ തന്നെ വളരെ മികച്ച രൂപത്തിൽ അവന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അഷ്റഫ് ഹക്കീമിയുമായിട്ട് ആ രൂപത്തിൽ അവൻ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കി. ഡിഫൻസിൽ അവൻ വർക്ക് ചെയ്യുകയും ചെയ്തു, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു. ഡിഫൻസിൽ കൂടി അവൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. എല്ലാം പരിഗണിക്കുമ്പോൾ PSG വിജയത്തിൽ വലിയ റോൾ അവൻ വഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിസേർഡോവിന് ഇപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം യുവേഫയുടെ ടെക്നിക്കൽ ഒബ്സർവർ കമ്മിറ്റി കൊടുത്തത്. കളിച്ചത് 67 മിനിറ്റ്, 41 ടച്ചുകൾ, 2 ഗോളുകൾ, 3 ഷോട്ട് ഓൺ ടാർഗറ്റ്, 1 അസിസ്റ്റ്, 2 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, 3 കീ പാസുകൾ കൊടുത്തു. 19 വയസ്സിൽ അവൻ തൻ്റെ ഐഡോൾ നെയ്മർക്ക് ചെയ്യാൻ കഴിയാത്തത് ചെയ്ത് കാണിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.